പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 25-ാം ദിവസം. ഉത്തമഗീതം 5-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. എൻ്റെ പ്രിയൻ അരുണനെപ്പോലെ തേജസ്സുറ്റതാണ്, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ്റെ ശിരസ് തനിത്തങ്കമാണ്, കാക്കക്കറുപ്പുള്ള അവൻ്റെ അളകാവലി തിരമാലയ്ക്ക് തുല്യം. അവൻ്റെ കണ്ണുകൾ അരുവിക്കരയിലെ പ്രാവുകളെപ്പോലെയാണ്, പാലിൽ കുളിച്ച് തൂവലൊതുക്കിയ അരിപ്രാവുകളെപ്പോലെ തന്നെ. അവൻ്റെ കവിളുകൾ സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങൾ പോലെയാണ്, അവിടെ നിന്ന് പരിമളം പൊഴിയുന്നു. അവൻ്റെ അധരം ലില്ലിപ്പൂക്കളാണ്, അവിടെ നിന്ന് നറുംപശദ്രവം ഇറ്റുവീഴുന്നു. അവൻ്റെ ഭുജങ്ങൾ രത്നം പതിച്ച സുവർണദണ്ഡുകൾ, അവൻ്റെ ശരീരം ഇന്ദ്രനീലം പതിച്ച ദന്ത നിർമ്മിതിയാണ്. അവൻ്റെ കാലുകൾ സുവർണതലത്തിൽ ഉറപ്പിച്ച വെൺകൽ സ്തംഭങ്ങൾ. അവൻ്റെ ആകാരം ലെബനോനിലെ വിശിഷ്ടമായ ദേവദാരു പോലെ. അവൻ്റെ മൊഴികൾ അതിമധുരമാണ്, എല്ലാം കൊണ്ടും അഭികാമ്യനാണ് അവൻ. ജെറൂസലേം പുത്രിമാരെ, ഇതാണ് എൻ്റെ പ്രിയൻ, ഇതാണ് എൻ്റെ തോഴൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ദൈവമായ കർത്താവ് മണവാളനായി, ദൈവത്തിൻ്റെ മണവാട്ടിയായി മനുഷ്യനും രൂപപ്പെടുന്ന ഒരു പരിണാമമാണ് ഉത്തമഗീതത്തിൽ നാം കാണുക. ദൈവത്തോടുള്ള മനുഷ്യൻ്റെ സ്നേഹം പ്രണയം പോലെ ശക്തമാണെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇഴപിരിയാത്ത ബന്ധം പോലെ ദൃഢതരമായ ഈ ബന്ധം അവസാനിപ്പിക്കുന്നത് ഹൃദയത്തിൽ അലിയുമ്പോഴാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഉത്തമമായ ഒരാശയമാണ് ഉത്തമഗീതം നമുക്ക് നൽകുന്നത്. ദൈവത്തോടുള്ള പ്രണയമാണ് മനുഷ്യൻ്റെ സായുജ്യമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. മണവാട്ടി മണവാളനിൽ അലിയുമ്പോൾ ഒന്നായിത്തീരുന്ന 2 ഹൃദയബന്ധങ്ങളുടെ പ്രണയകഥയാണ് വിശുദ്ധ ലിഖിതം നമ്മുടെ മുമ്പിൽ വരച്ചു വയ്ക്കുക. പുഴകൾ സാഗരത്തോട് ചേരുമ്പോൾ പുഴകൾ തന്നെ സാഗരമാകുന്ന ആത്മസാക്ഷാത്കാരത്തിൻ്റെ അവസ്ഥാന്തരമാണ് ഈ വിശുദ്ധ വചനം നമ്മുടെ മുമ്പിൽ എഴുതി വയ്ക്കുക. എല്ലാ മനുഷ്യരും ഇത്തരത്തിലൊരു ആത്മസായുജ്യത്തിന് വേണ്ടി തിരയുകയാണ്. അഗസ്തീനോസ് തിരച്ചിൽ അവസാനിപ്പിച്ചിട്ട് ഇങ്ങനെ പറയും: ഓ നിത്യനൂതന സൗന്ദര്യമേ, നിന്നെ അറിയാൻ ഞാൻ എത്രയോ വൈകിപ്പോയിരിക്കുന്നു. അതെ, നിത്യനൂതന, അതിപുരാതന, നിത്യ തേജസ്സായ, എല്ലാ സൗന്ദര്യങ്ങളുടെയും ഇരിപ്പിടമായ ദൈവം എന്ന സ്നേഹത്തിൽ, ആ സൗന്ദര്യത്തിൽ നമ്മൾ അലിഞ്ഞ്, നാം ദൈവ അഭിഷേകത്തിൽ അലിഞ്ഞു വീഴുമ്പോൾ ആർദ്രമായ ആ പ്രണയത്തിൻ്റെ അതിമനോഹരമായ സായുജ്യ അവസ്ഥ, അതാണ് സാന്ത്വനമായി നമുക്ക് അനുഭവപ്പെടുക. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന ആത്മസായുജ്യ അനുഭവമാണ് ഈ വിശുദ്ധ ലിഖിതം എഴുതി വയ്ക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രാണപ്രിയനായ ദൈവമേ, നിന്നിൽ അലിയാൻ ഞാൻ ദാഹിക്കുന്നു. എൻ്റെ എല്ലാ ഗദ്ഗതങ്ങളും വിതുമ്പലുകളും അങ്ങിൽ സമർപ്പിക്കാൻ ഞാൻ കൊതിക്കുന്നു. ആത്മസായുജ്യത്തിൻ്റെ അഭിഷേകം ഈ തിരുവചനങ്ങളിലൂടെ എനിക്ക് പകരണമേ. അങ്ങനെ ഞാൻ അങ്ങിൽ അടങ്ങാൻ എന്നെ കനിയണമേ. ആമേൻ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.